ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്, അതിലേക്ക് പോകാം. ഏതെങ്കിലും മതമോ ജാതിയോ പാർട്ടിയോ ലഹരി ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഓരോ വിഭാഗത്തിനും ലഭ്യമാകുന്ന അവസരങ്ങളിലെല്ലാം ഒരുപാട് കൂട്ടായ്മകൾ ഇവരുടെ ഭാഗമായി നടക്കുന്നതാണല്ലോ, മത സാമുദായിക സംഘടനകളായാലും രാഷ്ട്രീയ പാർട്ടികളായാലും. അപ്പോൾ അത്തരം അവസരങ്ങളാകെ ലഹരി വിരുദ്ധ ജാഗ്രത പുലർത്താൻ അവരവരുടെ അനുയായികളോട് അഭ്യർത്ഥിക്കേണ്ടതുണ്ട് എന്ന് ഈ യോഗങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ടവർ ഒത്തുകൂടുന്ന സവിശേഷ ദിവസങ്ങൾ, അവസരങ്ങൾ, അവയിലെല്ലാം ലഹരി വിരുദ്ധ സന്ദേശം നൽകാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നാവും. ഇത് മത സാമുദായിക നേതാക്കളുടെ യോഗത്തിൽ പറഞ്ഞപ്പോൾ ചിലർ ഇപ്പം തന്നെ ചില മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ആ കാര്യങ്ങളെക്കുറിച്ച് അവർ എടുത്തു പറയുകയുണ്ടായി. ഇന്ന പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പം നോട്ട് ടു ഡ്രഗ്സ് ക്യാമ്പയിൻ്റെ ഭാഗമായി ആസൂത്രണം ചെയ്യുന്ന പരിപാടികളിലെല്ലാം പരമാവധി ജനപങ്കാളിത്തം ഉറപ്പാക്കാൻ സാമുദായിക സംഘടനകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം അഭ്യർത്ഥിച്ചു. യുവജന, മഹിള, വിദ്യാർത്ഥി വിഭാഗങ്ങളുള്ള സംഘടനകൾ അവരുടെ യോഗം വിളിച്ച് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നതിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകും. അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളും ഈ തരത്തിൽ പ്രവർത്തനം ആസൂത്രണം ചെയ്യണമെന്നാണ് കണ്ടിട്ടുള്ളത്. മറ്റൊന്ന്, സൺഡേ ക്ലാസ്സുകൾ, മദ്രസ ക്ലാസ്സുകൾ, ഇതര ധാർമ്മിക വിദ്യാഭ്യാസ ക്ലാസ്സുകൾ, ഇവയിലെല്ലാം ലഹരി വിരുദ്ധ ആശയങ്ങൾ ഉൾപ്പെടുത്തുന്നത് പരിഗണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിലേറ്റവും പ്രധാനം, ഈ ദൗത്യം എല്ലാവരും ചേർന്നാണ് ഏറ്റെടുക്കുന്നത്. ഏതെങ്കിലും വിധത്തിലുള്ള വിവേചനത്തിന് ഇടമില്ല. ഒരു തരത്തിലുള്ള ഭേദചിന്തയുമില്ലാതെ ജാതി, മത, കക്ഷി, രാഷ്ട്രീയ ഭേദമന്യേ ഒരേ മനസ്സോടെ ഇതിൽ പങ്കാളികളാവുകയാണ് വേണ്ടത്. സർക്കാർ തയ്യാറാക്കി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന വിപുലമായ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളുന്ന രൂപരേഖയിൽ മത സാമുദായിക സംഘടനകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും അഭിപ്രായങ്ങൾ വിലപ്പെട്ടതാണ്. ഇപ്പോൾ ചില അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി, പക്ഷേ വിശദമായ അഭിപ്രായങ്ങൾ ഒരാഴ്ചക്കകം നൽകണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. അത്തരം നിർദ്ദേശങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എത്തിക്കണമെന്നാണ് അഭ്യർത്ഥിച്ചിട്ടുള്ളത്. ഒരാളെയും ലഹരിക്ക് വിട്ടുകൊടുക്കില്ല. ഇത്തരമൊരു പൊതുബോധത്തോടെയുള്ള ഇടപെടലുകൾ ഉറപ്പുവരുത്തണമെന്നാണ് ഇരു യോഗങ്ങളും ഏകണ്ഠമായി തീരുമാനിച്ചത്. ഈ മാസവും അടുത്ത മാസവും ക്യാമ്പയിന് വ്യാപകമായി ഒരുക്കം നടത്തണം. നേരത്തെ നമ്മൾ കണ്ടതാണ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ. ജൂൺ മാസത്തിലാണ് വിപുലമായ ക്യാമ്പയിനിലേക്ക് പോവുക. വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും ഊന്നിയാണ് പ്രധാനമായും ക്യാമ്പയിൻ നടക്കുക. ലഹരിക്കെതിരായ പോരാട്ടം വിട്ടുവീഴ്ചയില്ലാതെ തുടരുകയാണ്. ഏപ്രിൽ 8 മുതൽ 14 വരെയുള്ള ഒരാഴ്ച കാലയളവിൽ ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി
15,327 വ്യക്തികളെ പരിശോധനയ്ക്ക് വിധേയമാക്കി. 927 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 994 പേരെ അറസ്റ്റ് ചെയ്തു. 248.93 ഗ്രാം MDMA-യും 77.127 കിലോഗ്രാം കഞ്ചാവും പിടിച്ചെടുത്തു. ഈ കാലയളവിൽ സംസ്ഥാനത്തൊട്ടാകെ ലഹരിയുമായി ബന്ധപ്പെട്ട 288 സോഴ്സ് റിപ്പോർട്ടുകൾ ബന്ധപ്പെട്ട ജില്ലാ പോലീസ് മേധാവിമാർക്ക് കൈമാറി. അതിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ലഹരിക്കെതിരായ ബോധവൽക്കരണ പരിപാടികളും കൂടുതൽ വിപുലമായി നടക്കുന്ന നിലയാണുള്ളത്. അതിനായി സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും മുന്നോട്ട് വരുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ മരിയൻ എഞ്ചിനീയറിംഗ് കോളേജിൽ നടത്തിയ വായനയാണ് ലഹരി എന്ന പരിപാടി കൊല്ലം ബീച്ചിൽ വെച്ച് ജില്ലാ ബോക്സിംഗ് കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ നടന്ന നൈറ്റ് പൊതുയോഗം, കോട്ടയം ജില്ലയിൽ രാമപുരത്ത് നടന്ന ലഹരി വിരുദ്ധ ജാഗ്രതാ സംഘം, എറണാകുളം ജില്ലയിൽ തോപ്പുംപടിയിൽ DYFIയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ക്യാമ്പയിൻ, തൃശ്ശൂർ ജില്ലയിൽ ജവഹർ ബാലഭവൻ സംഘടിപ്പിച്ച കുട്ടികളുടെ സ്നേഹച്ചങ്ങല, മലപ്പുറം ജില്ലയിൽ അരീക്കോട് ആരോഗ്യ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടന്ന നൈറ്റ് മാർച്ച്, ഇങ്ങനെയുള്ള ഒട്ടേറെ ഉദാഹരണങ്ങൾ എടുത്തു പറയത്തക്കതാണ്. മാതൃകാപരമായ ബോധവൽക്കരണ പരിപാടികളാണ് സംസ്ഥാനത്താകെ നടന്നു വരുന്നത്. ലഹരി വിപത്തിന് മുന്നിൽ കീഴടങ്ങില്ല. ഇത്തരമൊരു നിശ്ചയദാർഢ്യത്തോടെ കേരള ജനത ഒറ്റക്കെട്ടായി ഇറങ്ങിയ ഈ പോരാട്ടം നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും എന്നാണ് കാണിക്കുന്നത്. ഇതിൽ ഒരു ആവശ്യം ഉയർന്നു വരികയുണ്ടായി. കഴിഞ്ഞ തവണ നമ്മൾ ചില നമ്പറുകളിൽ ബന്ധപ്പെടാൻ വേണ്ടി പറഞ്ഞിരുന്നു. ഈ യോഗങ്ങളിൽ ഒരു നമ്പർ നൽകണം, അതവരെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നർത്ഥം. അപ്പോൾ ആ നമ്പർ നമുക്കൊന്നുകൂടി കൊടുക്കേണ്ടതായി